ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സമ്മർ സ്പെഷ്യൽ ആയിട്ടുള്ള കറിയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചു ചെയ്താലോന്ന്, വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ, ഉടനെ തന്നെ ചെയ്തു. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കപ്പ് തൈര് എടുക്കുക കേട്ടോ. അധികം പുളിപ്പില്ലാത്ത തൈര് എടുക്കുക. ചെറിയൊരു പുളിപ്പ് ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് തരണം, ഉപ്പിട്ടിട്ട് വേവിച്ച് തരണം കേട്ടോ. ഉപ്പിടാതെ വേവിക്കില്ല, ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെച്ചേക്കാം. ഇനിയിപ്പോൾ താളിപ്പിന് തുടങ്ങാം കേട്ടോ. ഏകദേശമൊക്കെ കറി റെഡി ആയിട്ടോ. അപ്പോൾ അതിനായിട്ട് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് 3 ചുവന്നമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയുള്ളിയാണ് ചെറിയൊരു തിക്നെസ്സോടുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഉള്ളി വന്നിട്ട് നമ്മൾ ആ തൈരിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ ഈ ഉള്ളിയാണ് നമുക്ക് ചെറിയൊരു ക്രിസ്പിനെസ് തരുന്നത്. അപ്പോൾ അതിനും ഒരുപാട് വഴറ്റണം, ചെറിയ അളവിലേക്ക് മാത്രം വഴറ്റിയാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് മാത്രം വഴറ്റി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കൂടുതലും കളർ ചേഞ്ച് ആവേണ്ട. ഈ ഒരു അളവിലേക്ക് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയിൽ നല്ല മിക്സ് ആയിക്കോട്ടെ. നമ്മുടെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നല്ല മിക്സ് ആയിക്കോട്ടെ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടോ. അങ്ങനെ ഇത്ര മാത്രം നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ തൈരിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പുണ്ട്, തൈരിലാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കാൻ കേട്ടോ. ഇതും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുളക് പൊടിയും എണ്ണയും എല്ലാം കൂടി ഈ തൈരിൽ നല്ല മിക്സ് ആയി വേണം. എല്ലാം കൂടെ നല്ല മിക്സ് ആയി കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു കളർ ഉണ്ടാവും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ട്രൈ ചെയ്താലേ തന്നെ തോന്നും നിങ്ങൾക്ക്. അതിപ്പോൾ നല്ല ചൂട് ചോറിനൊപ്പം ഇതുപോലെ കറിയൊക്കെ ഇങ്ങനെ വെച്ച് കഴിച്ചാൽ ശരിക്കും എത്ര വേണമെങ്കിലും കഴിച്ചു പോകാം കേട്ടോ. തൈര് എത്ര ക്രീം പോലെ ഉണ്ടോ അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഉള്ളി എന്ന് പറയുന്ന സമയത്ത് ചെറിയൊരു ക്രിസ്പിനെസ് പോലെ ഉണ്ടാവും കഴിക്കുമ്പോൾ. ശരിക്കും എല്ലാം കൂടെ അങ്ങോട്ട് കഴിക്കുമ്പോൾ എത്ര കഴിച്ചാലും മതി എന്ന് തോന്നില്ല കേട്ടോ. സമ്മർ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പിന്നെ ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ചെറിയ റിലാക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ കഴിക്കുന്ന ഈ ഫുഡും അല്ലെങ്കിൽ ജ്യൂസും അതിലൊക്കെയാണ് നമുക്ക് ചെറിയൊരു റിലാക്സ് കിട്ടുന്നത്. അപ്പോൾ അത് ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന പറയട്ടോ. നല്ല ടേസ്റ്റായി കഴിക്കുന്ന സമയത്ത് ഈ ഒരു തൈര് അതിഷ്ടമുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ദിവസം വേണമെങ്കിൽ നമുക്കിത് വെച്ച് കഴിക്കാം കേട്ടോ. എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.